നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 4 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 4ലെ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിരുന്നു. ആക്റ്റീവ് കമ്പോണൻസ്, പാസീവ് കമ്പോണൻസ്, അതിനകത്ത് വരുന്ന പാസീവ് കമ്പോണൻസിനകത്ത് വരുന്ന റെസിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളൊരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു റെസിസ്റ്ററിൻ്റെ കളർ കോഡ് നോക്കിയിട്ടാണ് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. നോർമലി റെസിസ്റ്ററിൻ്റെ മുകളിലുണ്ടാവുന്ന കളർ ബാൻഡ് ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ് എന്നിങ്ങനെ കളേഴ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ കളേഴ്സിന് റെസ്പോണ്ടിങ് ആയിട്ട് ഒരു അട്രിബ്യൂട്ട് വാല്യൂസ് ഉണ്ടായിരിക്കും. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നിങ്ങനെ അട്രിബ്യൂട്ട് വാല്യൂസ് ഉണ്ടായിരിക്കും. സിമിലർലി അതിന് ടോളറൻസ് വാല്യൂ ഉണ്ടായിരിക്കും. ടോളറൻസ് കളേഴ്സ് എന്ന് പറയുന്നത് ഗോൾഡ്, സിൽവർ, നോ കളേർഡ് ബാൻഡ്, കറസ്പോണ്ടിംഗ്ലി 5, 10, 20%. സിമിലർ പിങ്ക് കളർ ആണെങ്കിൽ ഹൈ സ്റ്റെബിലിറ്റി വാല്യൂ ആയിരിക്കും. ബ്രൗൺ 1%, റെഡ് 2%. ഇങ്ങനെയാണ് റെസിസ്റ്ററിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കുന്ന ഡിഫറെൻറ്റ് കളർ ബാൻഡുകൾ എന്ന് പറയുന്നത്. ഈ കളർ ബാൻഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമുക്ക് ഈ ടേം ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻറ്റൻസ് ഓർത്ത് വെച്ചാൽ മതി. BB റോയ് ഹാസ് ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് വൈഫ്. ഓക്കെ, BB അതായത് ബ്ലാക്ക്, ബ്രൗൺ, റോയ് റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രേറ്റ് ബ്രിട്ടൻ ഗ്രീൻ, ബ്ലൂ, വെരി ഗുഡ് വൈഫ് V വയലറ്റ്, G ഗ്രേ ആൻഡ് W വൈറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്നായിട്ട് നമുക്ക് ഈ കളർ കോഡ് ഒരു സീക്വൻസ് ഓഫ് ഓർഡറിൽ തന്നെ ഓർമ്മയിൽ വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നുള്ള ആട്രിബ്യൂട്ട് വാല്യൂ നമ്മൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ഏതൊരു റെസിസ്റ്റൻസിൻ്റെയും റെസിസ്റ്റൻസ് വാല്യൂ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ട്. റെഡ്, ഗ്രീൻ, ഗോൾഡ്, സിൽവർ എന്നിങ്ങനെയാണ് എല്ലാ റെസിസ്റ്റൻസ് വാല്യൂ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് റെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് വാല്യൂ 2, ഓറഞ്ച് ഗ്രീൻ ലെയർ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 5, ദെൻ ഗോൾഡ് നമ്മളതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറായിട്ടാണ് വരിക, സിൽവർ അതിൻ്റെ ടോളറൻസ് വാല്യൂ ആയിട്ട്. അപ്പോൾ ഇവിടെ 0.5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പോൾ 25 × 0.1 ± 10%. 25 × 0.1 എന്ന് പറയുമ്പോൾ 2.5 ± 2.5 ഓം ± 10%. അതായിരിക്കും ആ ഒരു റെസിസ്റ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പാസീവ് കമ്പോണൻ്റ് ആണ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനകത്ത് എനർജി സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു 2 ടെർമിനൽ ഡിവൈസ് ആണ്. 2 പാരലൽ പ്ലേറ്റിൻ്റെ ഇടയിലായിട്ട് ഒരു ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ഡൈലക്ട്രിക് മീഡിയം പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കുന്നത്. 2 കണ്ടക്റ്റീവ് പ്ലേറ്റിൻ്റെ ഇടയിലായി ഒരു ഡൈലക്ട്രിക് പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് അവൈലബിൾ. അതിനകത്തുണ്ടാവുന്ന ഡയലക്ട്രിക് മീഡിയത്തിനെ ബേസ് ചെയ്ത് നമുക്ക് പലതരത്തിലുള്ള കപ്പാസിറ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് ആണ് മൈക്ക കപ്പാസിറ്റർ, പേപ്പർ കപ്പാസിറ്റർ, സെറാമിക് കപ്പാസിറ്റർ, ഗ്ലാസ് കപ്പാസിറ്റർ, എനാമൽ കപ്പാസിറ്റർ, പ്ലാസ്റ്റിക് കപ്പാസിറ്റർ, എയർ കപ്പാസിറ്റർ, ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കപ്പാസിറ്റർ നമ്മൾ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഡയലക്ട്രിക് മീഡിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ ക്ലാസിഫിക്കേഷനും വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ മൈക്ക കപ്പാസിറ്റർ നോക്കിക്കഴിഞ്ഞാൽ മൈക്ക കപ്പാസിറ്ററിനകത്ത് ഡയലക്ട്രിക് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് മൈക്ക മെറ്റീരിയലാണ്. മൈക്ക മെറ്റീരിയലിൻ്റെ ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റാക്കഡ് ഷീറ്റുകൾ ഈ ഫോയിൽസിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ കപ്പാസിറ്റർ ഉണ്ടാക്കുന്നത്. ദെൻ പേപ്പർ കപ്പാസിറ്ററിൻ്റെ കേസിനകത്ത് പേപ്പേഴ്സ്, അതായത് മെറ്റലൈസ്ഡ് പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡയലക്ട്രിക് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നു. ദെൻ സെറാമിക് കപ്പാസിറ്ററിനകത്ത് സെറാമിക് മെറ്റീരിയലാണ് ഡയലക്ട്രിക് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്.
അതുപോലെ തന്നെ സെറാമിക് കപ്പാസിറ്ററിനകത്ത് വരുന്നതാണ് ട്യൂബുലർ സെറാമിക് കപ്പാസിറ്റർ, ഡിസ്ക് സെറാമിക് കപ്പാസിറ്റർ, ബാരിയർ സെറാമിക് കപ്പാസിറ്റർ, മോണോലിത്തിക് കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഈ ഒരു ട്യൂബ് കപ്പാസിറ്ററിൻ്റെ മുകളിലാണെങ്കിൽ ട്യൂബ്സിൻ്റെ മുകളിൽ സിൽവർ കോട്ടിങ് നമ്മൾ കൊടുക്കാറുണ്ട്. ഡിസ്ക് കപ്പാസിറ്ററിൻ്റെ മുകളിലും നമ്മൾ ഒരു സിൽവർ കോട്ടിങ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ബാരിയം ടൈറ്റനേറ്റ് പോലുള്ള ഹൈലി നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽസ് ഡയലക്ട്രിക് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നതാണ് ബാരിയർ ടൈപ്പ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ദെൻ മോണോലിത്തിക് കപ്പാസിറ്ററിനകത്ത് നമ്മൾ ഐദർ സ്ലറി അല്ലെങ്കിൽ നമ്മൾ അക്വസ് പോലുള്ള ഓർഗാനിക് സൊല്യൂഷൻസ് ആണ് ഡയലക്ട്രിക് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. ഗ്ലാസ് കപ്പാസിറ്ററിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഗ്ലാസ് ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഇനാമൽ കപ്പാസിറ്ററിനകത്ത് നമ്മൾ മെറ്റലിൻ്റെ മുകളിൽ ഇനാമൽ കോട്ടിംഗ് കൊടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് കപ്പാസിറ്റർ, പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിക്കുന്നു. അതിനകത്ത് തന്നെ ടെഫ്ലോൺ കപ്പാസിറ്റർ, പോളിസ്റ്റർ കപ്പാസിറ്റർ, പോളികാർബണേറ്റ് കപ്പാസിറ്റർ, പോളിസ്റ്റെറൈൻ കപ്പാസിറ്റർ, അങ്ങനെ പലതരത്തിലുള്ള കപ്പാസിറ്ററുകൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വേരിയബിൾ കപ്പാസിറ്ററും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് കപ്പാസിറ്റർ എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സിൻ്റെ പേര് കൂടെ പറഞ്ഞത്. ഓക്കെ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പാസീവ് കമ്പോണൻസിൻ്റെ സിംബൽസ് എന്ന് പറയുന്നത്. നോർമലി റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടേഴ്സ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ പാസീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഒരു റെസിസ്റ്ററിൻ്റെ സിംബൽ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഉണ്ടോ, ഇതൊരു നോർമൽ റെസിസ്റ്ററാണ്, ഒരു 2 ടെർമിനൽ ഡിവൈസ്. ഇനി അതൊരു വേരിയബിൾ റെസിസ്റ്റർ ആകുമ്പോൾ 3 ടെർമിനൽസ് ആയിരിക്കും. ഇതതിൻ്റെ വേരിയബിൾ ലീഡ് ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റെസിസ്റ്റേഴ്സിൻ്റെ കാണിക്കുന്നത്. സിമിലർലി കപ്പാസിറ്ററിൻ്റെ കേസ് ഫിക്സഡ് കപ്പാസിറ്റർ, വേരിയബിൾ കപ്പാസിറ്റർ. ദെൻ ഇൻഡക്ടറിൻ്റെ കേസിനകത്ത് എയർ കോർഡ് ഇൻഡക്ടർ, അതുപോലെ തന്നെ അയൺ കോർ ഇൻഡക്ടർ. എയർ കോർ ഇൻഡക്ടറിൻ്റെ കേസിനകത്ത് നമ്മൾ സെപ്പറേറ്റ് കോറൊന്നും കാണിക്കാറില്ല. പക്ഷേ അയൺ കോർ ആകുമ്പോൾ അതിനകത്ത് നമ്മളൊരു കോറ് കാണിക്കും. അതാണ് ഒരു ലൈനായിട്ട് അവിടെ കാണിച്ചിട്ടുള്ളത്. കപ്പാസിറ്ററും ഇൻഡക്ടറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, കപ്പാസിറ്ററിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡക്റ്റീവിനകത്ത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇതാണ് ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു മൊഡ്യൂളിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് സർക്യൂട്ടിനകത്തും വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ എന്താണ് ഒരു സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി കണ്ടക്ടേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. വൈദ്യുതിയെ കടത്തിവിടുന്ന മെറ്റീരിയൽസിനെ നമ്മൾ കണ്ടക്ടർ എന്ന് പറയും. അതേപോലെ തന്നെ ഇൻസുലേറ്റേഴ്സ്, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത പദാർത്ഥങ്ങളാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് വുഡ്, ഗ്ലാസ് പോലുള്ള മെറ്റീരിയൽസ്. നല്ല കണ്ടക്ടറിന് എക്സാമ്പിളാണ് സിൽവർ, അലുമിനിയം, കോപ്പർ പോലുള്ള മെറ്റീരിയൽസ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സിൻ്റെയും കണ്ടക്ടേഴ്സിൻ്റെയും ഇടയിലുള്ള പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസിനെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുക. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യലായിട്ട് കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുക. നോർമലി സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് സി എലമെൻറ്റുകൾ അല്ലെങ്കിൽ കാർബൺ ഗ്രൂപ്പിനകത്ത് പെട്ട എലമെൻറ്റുകളെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സായിട്ട് എടുക്കാറുള്ളത്. അത്തരം ആറ്റങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഒരു സെമി കണ്ടക്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ സെമി കണ്ടക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രൂപ്പ് സി എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പീരിയോഡിക് ടേബിളിനകത്ത് കൃത്യമായിട്ട് അത്തരം മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ബേസിക് ക്ലാസ്സിനകത്ത്. ഞാൻ ജസ്റ്റ് ഒന്ന് പീരിയോഡ് ടേബിൾ നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ പീരിയോഡിക് ടേബിളിനകത്ത് ഗ്രൂപ്പ് സി, ഇതാണ് ഗ്രൂപ്പ് സി എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് സി എലമെൻറ്റിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ആരൊക്കെയാണ്? കാർബൺ വരുന്നുണ്ട്, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്, ഫ്ലോറിയം. ഇത്രയും എലമെൻറ്റ്സാണ് ഗ്രൂപ്പ് സി എലമെൻ്റായിട്ട് വരുന്നത്. ഇത്തരം എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 ആയിരിക്കും. അതായത് ഇവിടെ അറ്റോമിക് നമ്പർ 14 ആണ്. കെ ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ, ബാലൻസ് വരുന്നത് 4 ഇലക്ട്രോൺസ്. അപ്പോൾ എപ്പോഴും 4 വാലൻസ് ഇലക്ട്രോൺ വരുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം
അത്തരം മെറ്റീരിയൽസിന് അതിൻ്റെ ഒക്ടെയ്ൻ അല്ലെങ്കിൽ അഷ്ടകം പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്തരം ഇലക്ട്രോൺസുകൾ എന്താണ് ചെയ്യുക? ഒന്നെങ്കിൽ 4 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസിനെ സ്വീകരിക്കണം. ഇത് ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം അതിനത്ര പെട്ടെന്ന് സ്റ്റേബിൾ ആവാൻ പറ്റില്ല. അപ്പോൾ ഇവർ പെട്ടെന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസുകളെ പരസ്പരം ഷെയർ ചെയ്യും. അതായത് അവർ തമ്മിൽ കോവാലൻ്റ് ബോണ്ടുകൾ ഫോം ചെയ്യും. ഇപ്പോൾ ഒരു സിലിക്കൺ ആറ്റത്തിൻ്റെ കേസ് നോക്കാം. ഒരു സിലിക്കൺ ആറ്റത്തിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ഷെല്ല്, അതായത് കെ ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ, വാലൻസ് ഇലക്ട്രോൺ അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവർ ഈ 4 ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? പരസ്പരം ഷെയർ ചെയ്യും. ഇപ്പോൾ ഈ സിലിക്കണിൻ്റെ കേസിനകത്ത് ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 4 ഇലക്ട്രോൺസ്, ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 4 ഇലക്ട്രോൺസ്, ഈ 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള സിലിക്കൺ ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള 4 ഇലക്ട്രോൺസിനായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇവിടെ ഷെയറിങ് നടന്നു, ഇവിടെ ഷെയറിങ് നടന്നു, ഇവിടെ ഷെയറിങ് നടന്നു, ഇവിടെ ഷെയറിങ് നടന്നു. സിമിലർലി ഈ ഇലക്ട്രോൺസ് തൊട്ടപ്പുറത്തുള്ള ഇലക്ട്രോൺസുകളും ഇവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു സിലിക്കൺ ആറ്റവുമായിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഒബ്റ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒബ്റ്റെയിൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം മെറ്റീരിയലുകളാണ് നമ്മൾ സാധാരണയായിട്ട് സെമി കണ്ടക്ടേഴ്സായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു എനർജി ബാൻഡ് തിയറി നമുക്ക് നോക്കാം. എങ്ങനെയാണ് സെമി കണ്ടക്ടേഴ്സിൻ്റെ എനർജി ബാൻഡ്, കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ. ഓക്കെ, നമ്മളൊരു ഇൻസുലേറ്ററിൻ്റെ കേസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ലാർജ് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഈ ഗ്യാപ്പിന് നമ്മൾ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എനർജി ഗ്യാപ്പ് എന്ന് പറയും. അപ്പോൾ ഒരു വാലൻസ് ഇലക്ട്രോണിന് കണ്ടക്റ്റീവ് ബാൻഡിലേക്ക്, അതായത് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അത്രയും എനർജി കിട്ടിയിട്ട് വേണം ഇതെന്ത് ചെയ്യാൻ, ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ചാടാൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കണ്ടക്ഷൻ നടക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഇൻസുലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടി പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സാണ്, ഒരാറ്റത്തിന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിലൂടെ കണ്ടക്ഷൻ നടക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഒരു സെമി കണ്ടക്ടറിൻ്റെ കേസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ചെറിയൊരു എക്സൈറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയൊരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു റീജിയനിൽ നിന്ന്, വാലൻസ് ബോണ്ടിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് സിമ്പിളായിട്ട് ജമ്പ് ചെയ്ത് മൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടക്ടേഴ്സിൻ്റെ കേസിനകത്ത് നമുക്ക് മനസ്സിലാവും ഈ കണ്ടക്ഷൻ ബാൻഡും അതുപോലെ തന്നെ വാലൻസ് ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ മോളിക്യൂൾസിന് അല്ലെങ്കിൽ ആറ്റത്തിന് പാസ് ചെയ്യുകയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും ഉള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സെമി കണ്ടക്ടേഴ്സും അതിൻ്റെ കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഓരോ ജംഗ്ഷൻ ഡയോഡ്സുകളും ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.